സാധാരണയായിട്ട് ടോക്സിക് റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ ലവ് ബോംബിംഗ്. അതായത് ടോക്സിക് റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ഒരു ലവ് ബോംബിംഗ് സ്റ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ട്നേഴ്സിന് ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടു വരാൻ കഴിയാത്തത് എന്ന് പലപ്പോഴും പറയും. ചിലപ്പോഴൊക്കെ ഫാമിലീസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഇവരോട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാൻ പറയുന്നുണ്ടെങ്കിലും ഇവർ ഈ പാർട്ട്ണറിനോട് വളരെ അധികം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് പ്രോബ്ലംസ്, എന്ത് ടോക്സിസിറ്റി ഫേസ് ചെയ്താലും ഇവർ ആ ഒരു റിലേഷൻഷിപ്പിൽ അതുപോലെ നിൽക്കും. അപ്പൊ ലവ് ബോംബിംഗ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ ലവ് ബോംബേഴ്സ് ആദ്യം തന്നെ അവര് ഭയങ്കരമായിട്ട് അഫെക്ഷൻ കാണിക്കും. സാധാരണ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നത് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും. നേരെ മറിച്ച് ഇവർ ആദ്യം തന്നെ ഭയങ്കര അഫെക്ഷനും കെയറും ഒക്കെ കാണിക്കും, ഒരുപാട് പ്രൈസ് ചെയ്യും. അതുവഴി പാർട്ട്ണറിന് ആ ഒരു ഇന്റിമസി വർദ്ധിക്കും. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് നമ്മൾ സോൾമേറ്റ്സ് ആണ്, നമ്മൾ പണ്ട് മുതലേ കാണേണ്ടവരാണ്, നമ്മൾ മുൻപരിചയമുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെയാണ് പറയുന്നത്. ആ രീതിയിലുള്ള സെന്റൻസസ് ഒക്കെ ഇവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. ഇവര് ഒരുപാട് ഗിഫ്റ്റ്സ്, ഒരുപാട് സർപ്രൈസസ് ഒക്കെ ആദ്യം തന്നെ തരും. ഇതെല്ലാം ഇന്റിമസി വർദ്ധിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ഇവർ റിപ്പീറ്റഡ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളോട് ഒരുപാട് സമയം. അതായത് രാവിലെ, ഉച്ചയ്ക്കും രാത്രിയും എന്നുള്ള തരത്തിൽ എപ്പോഴും നിങ്ങളെ ഫോൺ വിളിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സർപ്രൈസ് ആയിട്ട് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതും, അയ്യോ ഇത്രയും എന്നോട് സ്നേഹം ആണോ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഡീവാലുവേഷൻ തുടങ്ങുക. അതായത് പിന്നെ നിങ്ങളെ താഴ്ത്തി കെട്ടാൻ തുടങ്ങും, ആൾക്കാരുടെ മുന്നിൽ പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങും. നിങ്ങൾക്ക് വേണ്ട കെയറും ലവും ഒന്നും തരാതാവും. കംപ്ലീറ്റ് ആയിട്ട് അവർ ഡിപ്രൈവ് ചെയ്യില്ല, പക്ഷെ ഇടക്കിടക്കാക്കി മാറ്റും. അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങളോട് ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കും, അടിക്കുക, തൊഴിക്കുക, മർദ്ദിക്കുക, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു പീരീഡിൽ നന്നായി സ്നേഹിക്കുകയും ചെയ്യും. അപ്പൊ ഇതിങ്ങനെ സൈക്കിളായിട്ട് മാറി മാറി വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് തോന്നും. അത് കാരണമാണ് പലപ്പോഴും റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരിക. ഈ ഒരു റിലേഷൻഷിപ്പിൽ ലവ് ബോംബിങ് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് സ്ലോ ഡൗൺ ചെയ്യുക. ആദ്യം തന്നെ കാണിക്കുന്ന ഇന്റിമസിക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അവരോട് സൂചിപ്പിക്കുക, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ഇത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുവഴി തന്നെ ഈ ഒരു ലവ് ബോംബിംഗ് സ്റ്റേജ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ആദ്യം തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ പുറത്തോട്ട് വരാനും നിങ്ങൾക്ക് സാധിക്കും.